ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആയിട്ട് പുറത്ത് വെച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ. എൻ്റെ സബ്സ്ക്രൈബറോട് എല്ലാവരോടും എൻ്റെ പ്രത്യേകമായിട്ട് ഒരു ബിഗ് ഹായ് പറയുന്നത്. എല്ലാവർക്കും പ്രത്യേകമായിട്ട് ആശംസകൾ. ഇനിയിപ്പോൾ കാണാനുള്ളവർക്കും എല്ലാവരോടും ഞാൻ പറയാണ് ആശംസകൾ എല്ലാവർക്കും. വേറെന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നത്. സുഖവും സമാധാനവും സന്തോഷവും വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വട്ടക്കാർക്കും എല്ലാവർക്കും അതുപോലെ ഉണ്ടാകട്ടെ. അതുപോലെ പ്രാർത്ഥന അങ്ങോട്ടും. നീരാണ്ട് പറ്റോ നോക്കാം. പ്രത്യേകമായിട്ട് നമ്മളൊന്നും ഉണ്ടാക്കണില്ല. എല്ലാവർക്കും സാദാ ചോറ് മതിയായിരുന്നു. അങ്ങനെ സാദാ ചോറും കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ഇതട്ടാ നമ്മള് തീയൊക്കെ പിടിപ്പിച്ച് വെള്ളം തെളിച്ച് അരി ഇടാൻ വേണ്ടി പോവാണ്. അതെന്താണിത് മുഖത്തേക്ക് വരുന്നക്കളെ തീയൊക്കെ. നമ്മളൊരാഗ്രഹം തീ കത്തിച്ചുണ്ടാക്കാം. ഇരിക്കണ്ട മോനെ. ഇങ്ങനെ നമ്മൾ അരിയിട്ട് ഇത് നല്ലത് തിളച്ച് വേകട്ടെ. ഞാൻ കഴിക്കാനുള്ള ഇറച്ചി കറി വെക്കാനുള്ളതാണ്. ഇതിലേക്കുള്ള ഉള്ളി അരിയാണ് ഞാൻ. കൂടുതലൊന്നും എടുക്കുന്നില്ല, കുറച്ച് ഉള്ളി എടുക്കുന്നുള്ളൂ. സീമച്ചക്കാണിത്. ഇതിൻ്റെ അനിയത്തി ഇന്നതാ എൻ്റെ അടുത്ത്. എൻ്റെ അനിയത്തി ഇരുന്നാണ് എൻ്റെ അടുത്ത് നിന്ന് രാവിലെ. അപ്പോൾ നമ്മളേതായാലും വിചാരിച്ച് പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണമെന്ന്. അതിനെക്കൊണ്ട് ഇറച്ചിയിലേക്ക് ഇടാനുള്ള സീമച്ചക്കാണ് കേട്ടോ. അവൾ ചെത്താണിത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതാണല്ലോ ഇപ്പൊ വിഷമപ്പ. ഡാഡി വെയിറ്റിംഗ് ആണ്. അങ്ങോട്ട് പിടിക്കടി. ഡാഡി ഇന്ന് പഞ്ഞിട്ടിട്ടാണ്. ഡാഡി മമ്മി ഞാൻ പൊരില് വരട്ടെ. ഞാൻ വന്നാ ഞാൻ പോയി ഇതും കൂടെ ഒക്കെ ചെത്തിങ്ങാണ്ടേ കൂട്ടിയാണ്ട് വെച്ചാൽ ആക്കണ്ടാന്നോ? ആ വലിപ്പുണ്ടായിക്കോട്ടെ. ഉരുളക്കിഴങ്ങ് ആട്ടാ. അതിലേക്ക് നമ്മൾ ചക്കിയും ഉരുളക്കിഴങ്ങും കൂടെ കൂട്ടിയിട്ടാണ് ബീഫിലിട്ട് വെക്കുന്നത്. സീമച്ചക്കി ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റായി ഇറച്ചിക്കറി കൂട്ടാൻ. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണ്ടേ എല്ലാവരും കേട്ടാ. ഒരു കഷ്ണം ചേന ഉണ്ടായിരുന്നേ, അത് കൂടെ കൂട്ടിയിടുന്നുണ്ട്. പറഞ്ഞോളൂ. ചേന, ഉരുളക്കിഴങ്ങ്, സീമച്ചക്ക. ഓക്കെ. അങ്ങനെ തട്ടുമ്പോൾ ഈ നിർത്തിക്കാണാൽ മതി. ഒരു 4 കെങ്ങലൊക്കെ കഴിഞ്ഞിട്ടാ മതി. ഞാൻ ചട്ടീൻ്റെ അകത്തേക്ക് കൈപ്പങ്ങി മുറിച്ചിട്ടാൽ തൊട്ടുട്ടാ ഉണ്ടാക്കുക.
നമ്മൾ ഇതില്ലാക്കളെ ഒന്നായിട്ടൊന്ന് പച്ചക്ക് മുറിച്ചിട്ടുങ്ങാണ്ട് കുഴച്ച് വെച്ചാൽ നല്ല രസമാണ്. ഇഞ്ചി ഇതിലും കൂടെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ അതുപോലെ വെക്കുക. എന്നിട്ട് നല്ലോണം അവിടെ ഇറച്ചിയും കുഴച്ചിട്ട് ഇതങ്ങോട്ട് കുഴച്ച് വെക്കുക. ഇത്തിരി തേങ്ങ അരച്ചുകൊണ്ട് ഒഴിച്ചാൽ കയ്പങ്ങ തൊട്ടുകൂട്ടാനും വെച്ചാൽ ഇഷ്ടം പോലെ ചോറ് നട്ടോ. നല്ല ടേസ്റ്റുമാണ് തിന്നാൻ. എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കും നിങ്ങൾ. ഉള്ളി അരിഞ്ഞിട്ട് ഇനി തക്കാളി മുറിക്കുകയാണ്. തക്കാളി ഇടുകയാണ്. വെളുത്തുള്ളി അതിൽ വെളുത്തുള്ളി ഇഞ്ചി വഴ കൈയിട്ടിട്ട് കൊത്തിയിടുക. ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി വെച്ചിട്ട് കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇട്ട് ഇടാം. നമ്മൾ മരത്തമുള്ള പച്ചമുളക് കേട്ടോ അത് ഇതാണ് കൈയിട്ട്. പച്ചമുളക് കരിപ്പിൻ്റെ ഇല ഒന്നും വാങ്ങാനില്ല നമ്മളെ കമ്മളവിടെ ഉള്ളതാ. ഇറച്ചി മുക്കുന്ന ചെറിയ പീസാക്ക്. ഇത്ര മതിയിലുള്ള നല്ല ബീഫാണ്. നല്ല അടിപൊളി ബീഫാ. കക്കോടി നെയ്യതാ. കക്കോടി മാർക്കറ്റിൽ നിന്ന്. അങ്ങനെ ഇതാ ഇറച്ചിയൊക്കെ നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി നല്ലോണം ഒന്നും കൂടെ കഴുകിയെടുക്കട്ടെ. എന്നതിന് ശേഷം നമുക്ക് അത് കുഴച്ചെടുക്കാം. ഒരു 3-4 പ്രാവശ്യം കഴുകിയതാണ് അത്. കഴുകിയതിൻ്റെ ശേഷം ഇനി നമുക്ക് ഇനി കഴുകേണ്ട ആവശ്യമില്ല. എല്ലാം കഴുകിക്കും. അങ്ങോട്ട് അതിലേക്ക് മസാല ഇട്ട് വെക്കുക. അല്ല ആയിട്ടില്ല. ഒരു ഇത്തിരി വെള്ളം എടുത്തോണ്ട് ഒരു മുളകിൽ പറഞ്ഞാൽ മതി. ഇനി ഇറച്ചി ഇതാ അതിലിട്ടിട്ട് നമ്മൾ ഉള്ളിയിലൊക്കെ നല്ലോണം ഞൊണ്ടി വെച്ചതാണ്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ഇടണം. ഇത് വെറും മല്ലി വറുത്ത് പൊടിച്ചാണ് കേട്ടോ. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മുളകും പൊടി. നമുക്കൊക്കെ ഒരു കഴിക്കാണ്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉപ്പ് ഇല്ല. ഞാൻ പിന്നെ ലേക്ക ആവശ്യത്തിന് എന്തായാലും സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ കൂടെ അപ്പോൾ മസാല ഇട്ടില്ല. കുഴച്ച് 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 അതുപോലെ മഞ്ഞപ്പൊടി ഞാൻ പണി കഴിഞ്ഞോട്ടെ വെച്ചിട്ടാ. രണ്ടാളും കൂടെ നോക്കട്. ചോറ് തിന്നാളൊരു ടൈമൊക്കെ അയക്കുന്നു. കേട്ടാ കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. ഉലുവ പിന്നെ മല്ലിപ്പൊടിയിൽ ഞാൻ പെരുംജീരകമൊക്കെ കൂട്ടി പൊടിച്ചാൽ കേട്ടോ. അതുകൊണ്ടാണ് പെരുംജീരകം ഇടുന്നത് കാണിക്കാഞ്ഞത്. ഇട്ട് വെള്ളം കൂടെ കൊഴിച്ചിട്ട് എല്ലാം കൂട്ടി ഞണ്ടി നമുക്ക് നീ ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കണം. ഇത്ര വെള്ളം മതി. ഈ വെള്ളത്തിൽ നമുക്ക് നല്ലോണം വേവിച്ചെടുക്കണത്. അതിന് ശേഷം നമുക്ക് ഈ മുറിച്ചിട്ട കഷ്ണം ഇടാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് വെന്തൊടഞ്ഞു പോകും. ഇതിൻ്റെ മൂടി എടുത്തോണ്ടായിട്ട് ചോറ് വെന്തോ നോക്കട്ടെ. അല്ല അതാ അടിപൊളി തള കണ്ടില്ലേ. മാഷാ അല്ലാ നമ്മളെ ചോറ് വെന്തുകൊണ്ടിരിക്കണ്. ഇറച്ചിയൊക്കെ റെഡി ആകുമ്പോഴത്തേന് ഒന്നുകൂടെ വേവാണ്ട്. ചെറിയൊരു വേവും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇറച്ചി അടുപ്പത്ത് കയറ്റാം.
വെള്ളം വെച്ച് കണ്ടാണ്ട് വിട്ടല്ലേ. ഓ എന്തൊക്കെയാണ് ഓ ഞാൻ എടുത്തേക്കണം എടുത്ത് പോകണം. ഇറക്കട്ടെ. ഇങ്ങനെ നമ്മളെ ചോറ് ഉണ്ട്. ചട്ടിയും കറി അങ്ങോട്ട് വെക്കുന്നത് വെക്കാം. ചട്ടിക്കറി വെള്ളം എടുത്തേക്കും. വെച്ച് അടുത്തത്തിനും കൂടെ വയ്ക്കുക. ഊറ്റുന്നെടുത്തോ അതിൻ്റെ മുകളിൽ നിങ്ങളിത് കുട്ടി ചെയ്യാൻ വെക്കണം വെക്കാതെ കേട്ടാ ഒരാൾ ഊറ്റുന്നതവിടെ നമ്മളിതാ ഇറച്ചടുപ്പത്തിൽ വെച്ചിരിക്കുന്നത് കട്ടണ മോനെ എന്നിട്ട് ഇറച്ചടുപ്പത്ത് വെച്ചിരിക്കണ് വേവട്ടെ. അടിപൊളി ചോറ്, കാലത്തിൽ വെച്ച ചോറ്. പണ്ടത്തെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളിപ്പോഴും മറ്റേ ചിലപ്പോൾ കൂട്ടോ ഇടയ്ക്കിടയ്ക്ക്. അതായത് ഞാനേ വെട്ടി തയ്യാറായി ഇതൊക്കെ. നമുക്കിത് ഇതിൻ്റെ അകത്തൊരു തൊട്ടുനാമൽ വെക്കണമല്ലോ. നമ്മൾ വെണ്ടക്കൊക്കെ വെക്കുന്ന മാതിരി ഇത് വെക്കാൻ പോവുകയാണ്. പുളിയും മുളകൊക്കെ ഇട്ടിട്ട് തൊട്ടാൻ വെക്കാം. നല്ല ടേസ്റ്റ് അങ്ങനെ വെച്ചാൽ. ഇത് കുരുവൊന്നും കുടുങ്ങരുത്. കുടുങ്ങിച്ച് കുഴപ്പമില്ല, നമുക്ക് എടുത്തിട്ടാനും മതി. പിന്നെ ഇടണ്ടല്ലോ വെച്ചിട്ട്. ഇത് നല്ല ഇളയതാണ് കേട്ടോ, കുരുവൊന്നും ഇല്ലാത്തത്. അതൊന്നും പോക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ അത് ചെത്തിയിട്ടാൽ മതി. ഇതിലേക്ക് ഇതൊക്കെ ഞാൻ കരിവേപ്പിലൊക്കെ കഴുകിയെടുത്ത് വെച്ചാട്ടാ. നമ്മളെ ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് കരിവേപ്പില ഇട്ട് കൊടുത്ത് മുളകൊക്കെ നമ്മൾ പറിക്കാൻ താകുമ്പോഴത്തേന് മുളകൊക്കെ പഴുത്ത് പോയി. 2 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ വേണ്ടല്ലോ, സെരും ഒന്നും പ്രത്യേകത ഇല്ല. ഇനി പുളി വീഞ്ഞിട്ട് ഇത്തിരി മുളകും കലക്കണം. ഇത്തിരി തട്ട് ചോറ് കമ്പിച്ചുണ്ട് കൂടി വെച്ചാൽ മതി. കേട്ടാ നമ്മൾ ഇറച്ചിയൊക്കെ വെന്ത് തുടങ്ങിക്കുന്ന തോന്നുന്നത്. ഇതുകൊണ്ട് സൂം ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങോട്ടേക്കുണ്ട് ഇതാ ഒക്കെ പറിച്ച് റെഡി. അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലിട്ടാണ് ഞാൻ കേട്ടോ, മറന്നുപോയി കാണിക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ. കുഴപ്പമില്ല, നേരത്തെ കണ്ടിക്കണല്ലോ നിങ്ങൾ. നല്ലോണം ഒന്നുകൂടെ ഇതാകട്ടെ. ഇത് നമ്മളിതൊക്കെ മഞ്ഞൾ, മുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പ്, കയ്പ്പയ്ക്ക കേട്ടോ. ഇതിലപ്പോൾ നമുക്ക് പുളിവെള്ളമാണ് ഒഴിക്കേണ്ടത്. ആ പുളിവെള്ളം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടെ കഴിഞ്ഞ് കുഴച്ച് അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. ഒന്നും കൂടെ ഒഴിക്കാണ്ട് ഇത് നമ്മൾ പുളിവെള്ളം കൂടെ ഒഴിക്കുകയാണ്. നല്ലോണം ഇളക്കിയിട്ട് അടുപ്പത്ത് വെക്കണം. ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നമുക്ക് കയ്പ്പക്കല്ലേ, നല്ലോണം ഒരു 1.5 സ്പൂൺ, 2 വലിയ കയ്പ്പക്കാണ്, ഒരു 1.5 സ്പൂൺ ഉപ്പ് എടുത്തിക്കണ് ഞാൻ. ഒരു ഉപ്പ് ഇച്ചിരി ഇല്ല, ഞാൻ കഴിക്കും. ഇത് നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഇത് അടുപ്പത്തേക്ക് ഇപ്പോൾ വെക്കും കറി കഴിഞ്ഞാൽ. ഇത് നമ്മൾ ആട്ടിക്കൊണ്ടുവരട്ടെ. ആ ഇത് ഇപ്പം നമ്മുടെ കറി റെഡി ആക്കിന്. ഞാൻ വെച്ച് നോക്കട്ടെ. അടിപൊളി. നമുക്കൊന്ന് കഴിയിട്ട് ഇതാ ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ 1 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതാ കയ്പ്പങ്ങ തൂമിക്കാനാണ്.
പൊട്ടട്ടെ. പൊട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഞാൻ നല്ലോണം കഴുകി വെച്ചാൽ കേട്ടോ ഇല. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കയ്പൊന്നും ഉണ്ടാവില്ല. കയ്പങ്ങ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കയ്പങ്ങ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പ് വെക്കാനും എല്ലാത്തിനും രസമാണ്. അപ്പം പണി കഴിഞ്ഞു. ഓക്കെ, നമ്മളെ കറിയൊക്കെ റെഡിയായി വിളമ്പുന്നു. എല്ലാവർക്കും തിരക്കയക്കുന്നു ഫുഡ് കഴിക്കാന്. മതി, ഓക്കെ. ആ കറി വിളമ്പാണ്. ഇപ്പൊ എല്ലാവരും തിന്നാൻ റെഡി ആയിരിക്കാണ്. അയ്യോ, അതിതാ കറി വെച്ച്. പപ്പടം ഉണ്ട്. പപ്പടം ചെയ്യാൻ തോന്നുന്നു. പപ്പടം ഉണ്ടാക്കിയില്ല. കൈപ്പക്കൻ്റെ തൊട്ട് കൂട്ടാൻ നല്ല ഇവിടെ ഉണ്ടായ ചീരാമുളക് ഇട്ടത്. നല്ല വലിയ മത്തി മുളകിട്ടത്. മത്തി അയിലെന്നെ വലിപ്പുണ്ടല്ലോ. വലിയ മത്തി കണ്ടതാ. കണ്ട മത്തിനെ കണ്ട. ഓക്കെ അല്ലേ? നല്ല ചൂടുണ്ടല്ലേ. വളരെ നന്നായിട്ടുണ്ട്. മത്തി നോക്കി. വലിയ മത്തി. വലിയ മത്തിയാ. കുഞ്ഞമത്തി ഉണ്ട് ചെറുത്ത. എന്താ രസം മത്തിൻ്റെ. വളരെ നന്നായിട്ട് കേട്ടോ. പുറത്ത് ഇരുന്ന് തിന്നുന്നതിന്റെ ആ ഒരു രസം വേറെ. ഇതെല്ലാം ഉണ്ടാക്കി വെക്കണം ചട്ടിയിൽ. ഇതെല്ലാം തിന്നു നോക്കണത് നല്ല രസമാണ്. ഈ ചട്ടീനും കുടുക്കയിലും ചോറ് വെച്ചിട്ടും ചട്ടിയിൽ കറി വെച്ചിട്ടും ഒക്കെ നല്ല രുചിയുണ്ട്. ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി വെക്കണ്ടേ. ഓക്കെ, അടിപൊളിയാണിതാ. എല്ലാവരും ഇതേപോലൊക്കെ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, മീനൊന്നും വെച്ചാൽ ഞാൻ കൂട്ടൂല. 1 2 3 ഇപ്പോഴത്തെ എന്താ രസം അറിയാം. അടുത്ത് തന്നാ ചൂടല്ലേ അടിപൊളിയാണ്. പൊള്ളു. ചൂടാണ്. സൂപ്പറാ. നല്ല ചൂടാ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്. മറക്കരുതേ.